മക്കളെ, ശ്രീകൃഷ്ണനും കുചേലനും എന്ന 16ാമത്തെ ലെസണാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലെ. ശ്രീകൃഷ്ണൻ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും അറിയോ മക്കളെ? ശ്രീകൃഷ്ണൻ ആരാണ്? കേട്ടിട്ടുണ്ടോ കൃഷ്ണനെ പറ്റി? ഒരു യെസ്. ആരാണ് ഫെയ്ത്ത്? ഹിന്ദു മിത്തോളജി പ്രകാരം ഒരു ദൈവമാണ് അല്ലെ ശ്രീകൃഷ്ണൻ അല്ലേ? കേട്ടിട്ടുണ്ടോ? ഓക്കെ. കൃഷ്ണന്റെ കുറെ അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കുചേലനും ശ്രീകൃഷ്ണനും. കുചേലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കുചേലൻ. ചേല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വസ്ത്രമാണ്. അപ്പൊ കുചേലൻ മോശമായ വസ്ത്രം ധരിക്കുന്ന ആളാണ് കുചേലൻ അല്ലെ. മോശമായ വസ്ത്രം ധരിക്കുന്ന ആൾ എന്ന പേരിലാണ് കുചേലൻ എന്ന പേര് അദ്ദേഹത്തിന് വരുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള യഥാർത്ഥ നാമം എന്താണെന്ന് അറിയോ കുചേലന്റെ? സുദാമാവ് എന്നായിരുന്നു കുചേലന്റെ പേര്. സുദാമാവ് ട്ടോ. അദ്ദേഹം മോശം വസ്ത്രം, അതായത് ദരിദ്രനായത് കൊണ്ട് തന്നെ മോശം വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് കുചേലൻ. ചേല എന്നാൽ വസ്ത്രം എന്നർത്ഥം. കുചേലൻ മോശം വസ്ത്രം ധരിക്കുന്നവൻ അല്ലെ, കുചേലൻ. അപ്പൊ ശ്രീകൃഷ്ണനും കുചേലനും എന്നാണ് പാഠത്തിന്റെ നെയിം അല്ലെ. ആരുടേതാണെന്ന് അറിയോ ഇത്? വായിച്ചോ നിങ്ങൾ? നോക്കിയോ ടെക്സ്റ്റ്? ആരുടേതാണ് ഈ ശ്രീകൃഷ്ണൻ കുചേലൻ എന്ന കവിത, ഈ പോയം? ആരുതാണ് ഷോണേ? ഓക്കെ, രാമപുരത്ത് വാര്യരുടേതാണ് ഈ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പോയം. രാമപുരത്ത് വാര്യർ. ആരാണ് രാമപുരത്ത് വാര്യർ? രാമപുരത്ത് വാര്യർ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന സുപ്രസിദ്ധ കൃതിയുടെ കർത്താവാണ് രാമപുരത്ത് വാര്യർ അല്ലെ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന സുപ്രസിദ്ധ കൃതിയുടെ കർത്താവാണ് രാമപുരത്ത് വാര്യർ. രാമപുരത്ത് വാര്യരെ കുറിച്ച് നമുക്കൊരു പാരഗ്രാഫ്, ചെറിയൊരു ഇത് അവിടെ വായിക്കാനുണ്ട്, നമുക്ക് ശ്രദ്ധിക്കാം, നോക്കാം. ഓക്കെ. അപ്പൊ പേജ് നമ്പർ 69. ഓൾ ഓഫ് യു ലിസൺ, പേജ് നമ്പർ 69. അപ്പോൾ 1703 മീനച്ചിൽ താലൂക്കിലെ രാമപുരത്ത് ജനിച്ചു. കുചേലവൃത്തം വഞ്ചിപ്പാട്ട്, ഭാഷാഷ്ടപതി, അമരകോശ വ്യാഖ്യാനം, നൈഷധം, തിരുവാതിരപ്പാട്ട് തുടങ്ങിയവയുടെ കർത്താവാണ്. 1753 അന്തരിച്ചു അല്ലെ അദ്ദേഹം, രാമപുരത്ത് വാര്യർ. അപ്പൊ രാമപുരത്ത് വാര്യരുടെ ഒരു പോയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലെ, ശ്രീകൃഷ്ണനും കുചേലനും. ഇപ്പോ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നല്ല ആർഭാടത്തിൽ ജീവിക്കുന്ന ആള്. കുചേലനോ ദരിദ്രനാണ് അല്ലെ. അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ് അല്ലെ, ഒന്നിച്ചു പഠിച്ചവര്, കൂട്ടുകാർ. അപ്പോ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ആഴിമകളും ഒരുമിച്ചൊരു കട്ടിലിന്മേലന്നേരം 7ാം മാളിക മുകളിലിരുന്നരുളും 7 ഉലകുവാഴിയായ തമ്പുരാനെത്രയും താഴത്തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ടു തറ്റുടുത്തിട്ടുത്തിരിയുമിട്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിലടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാര കിണമുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തിങ്കലുറച്ചു ചെഞ്ചമ്മേ ചെല്ലും അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടാനനസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. പള്ളിമഞ്ചത്തിന്ന് വെക്കമുദ്വാനം ചെയ്തിരൂപക്കമുള്ള പരിജനത്തോടും കൂടി മുകന്ദൻ ഉള്ളഴിഞ്ഞു താഴത്തെഴുന്നള്ളി പൗരജനങ്ങളും വെള്ളം പോലെ ചുറ്റും വന്നു വന്ദിച്ചു നിന്നു. പാരാവാരകൽപ്പ പരിവാരത്തോടുകൂടി ഭക്തപാരായണനായ നാരായണാനാശ്ചര്യം പാരാതെ ചെന്നെതിരേറ്റു കുചേലനെ ദീനതയ പാരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ?
മാറത്തെ വിയർപ്പുവെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോടു ചേർത്തു ഗാഠം പുണർന്നു. കൂറുമൂലം തൃക്കൈ കൊണ്ടു കൈ പിടിച്ചുകൊണ്ടുപരി കേറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി. എന്താ മനസ്സിലായത് ആ പാഠത്തിന്ന്? കുചേലനും ശ്രീകൃഷ്ണനും എന്നുള്ള കണ്ടുമുട്ടലാണ് അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒന്നിച്ച് പഠിച്ച രണ്ട് സുഹൃത്തുക്കള് ഒരേ വയസ്സറ് കാണുമ്പോഴുള്ള ദരിദ്രനായ കുചേലനും ധനികനായ ശ്രീകൃഷ്ണനും കൂടെ കാണുമ്പോഴുള്ള ഒരു ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ, പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആഴിമകളും ഒരുമിച്ചൊരു കട്ടിലിൽ മേലന്നേരം ഏഴാം മാളിക മുകളിൽ ഇരുന്നരുളും ഏഴു രണ്ടു ലഘുവാഴിയായ തമ്പുരാനത്രയും താഴെ തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ടു തച്ചുടുത്തിട്ടുത്തരീയവുമിട്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിലടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരഗിണമുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തിങ്കൽ ഉറച്ചു ചെഞ്ചമ്മേ ചെല്ലും അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടന്യോന്യ ദൈന്യം. മനസ്സിലായോ? എന്താണ് ഒന്നിച്ചു പഠിച്ചവനെ കണ്ട ഉണ്ടായ സന്തോഷം അല്ലെ? എങ്ങനെയുള്ള ആളാണെന്നും പറയുന്നുണ്ട് അല്ലെ. എവിടുന്നാ കണ്ടത്? ആഴിമകളും ഒരുമിച്ചൊരു കട്ടിൽമേൽ അന്നേരം ഏഴാം മാളിക മുകളിൽ ഇരുന്നരുളും ഏഴ് രണ്ടു ലഘുവാഴിയായ തമ്പുരാനത്രയും. എന്താ പറഞ്ഞേ? ആഴിമകൾ. ആഴിമകൾ എന്ന് പറഞ്ഞ ആരാ? ലക്ഷ്മി ദേവിയാണ് അല്ലെ. ആരാണ് കൃഷ്ണന്റെ ഭാര്യ? കൃഷ്ണനെ അറിയോ? സീത രാമന്റെ ഭാര്യയല്ലേ? രാമന്റെ രാമായണത്തിലാണ് രാമനും സീതയും അല്ലെ. ശ്രീകൃഷ്ണന്റെ രാധ എന്ന് പറയും അല്ലെ. പുരാണ സങ്കല്പപ്രകാരം 16 സമയത്ത് 8 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ്. ശ്രീകൃഷ്ണൻ ആള് കുറച്ച് എങ്ങനെയാ സ്മാർട്ടാണ് ആളല്ലേ, മോശമായിരുന്നില്ല എന്നർത്ഥം. നിങ്ങളെപ്പോലെ തന്നെ അല്ലേ. 10ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ എത്തുമ്പോഴേക്കേ ലൈനടിക്കാനൊക്കെ തുടങ്ങുന്ന ടൈമല്ലേ അല്ലേ മക്കളെ? അപ്പോ അങ്ങനെയുള്ള ആളായിരുന്നു. കുറച്ച് കുറുമ്പനാണ് ആര്? ശ്രീകൃഷ്ണനും അല്ലേ. അപ്പോ ശ്രീകൃഷ്ണൻ ഇപ്പൊ ഒന്നും പറഞ്ഞില്ല. ലക്ഷ്മി ദേവിയും ഒരുമിച്ച് കട്ടിൽ മേലാണ് ഉണ്ടായത് അല്ലേ. എങ്ങനെയാ വേറെന്താ പറഞ്ഞത്? ഏഴാം മാളിക മുകളിൽ ഇരുന്നരുളും. ഏഴാം മാളിക മുകളിൽ ഇരുന്നരുളും ഏഴ് രണ്ട് ഉലകുവാഴിയ തമ്പുരാനത്രയും. 7 2 ഉലക് വാഴിയായ 7 ലോകം. ഭൂതലത്തില് എത്രയാണ് ലോകങ്ങളുള്ളത്? മുകളിലും താഴെയുമായി 7 ലോകങ്ങളുണ്ട് അല്ലെ. അപ്പോ 7 വീതം ഉണ്ടെന്നാണ്. അപ്പൊ എങ്ങനെയാ? എവിടെയൊക്കെ? ആകെ എത്രയായി? 7 7 7 ലോകം എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 7 ലോകം ഉണ്ട് എന്നാണ് സങ്കല്പം അല്ലേ. 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വരും. 2 × 7 എന്നല്ലേ. 7 എത്രയാ? 14. ഓക്കെ, 14. അപ്പൊ 14 ലോകങ്ങൾ ഉണ്ട് എന്നാണ് അല്ലേ. 14 ലോകങ്ങൾ ആണ് എന്നാണ് സങ്കല്പം അല്ലെ. ഭൂതലത്തില് താഴെയും മുകളിലുമായി 14 ലോകങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതിൻ്റെ ഒക്കെ തമ്പുരാനാണ് ആര് അല്ലേ? ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹം 7ാം മാളിക മേലിരുന്ന് ഇരിക്കുന്ന ഉണ്ടായത്. അപ്പോ താഴെ തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു. അപ്പൊ അദ്ദേഹം കുചേലൻ നടന്നു വരുന്നത് മുകളിൽ നിന്ന് അദ്ദേഹം കണ്ടു. കൃഷ്ണൻ കണ്ടു അല്ലെ. എന്ത്? തൻ്റെ വയസ്യനെ. വയസ്യൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളിവിടെ തന്നിട്ടുണ്ട് വയസ്യൻ അർത്ഥം. സമപ്രായക്കാരനായ കൂട്ടുകാരനെയാണ് വയസ്യൻ എന്ന് പറഞ്ഞത്. വയസ്സനല്ല അല്ലെ. വയസ്സൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ പഠിച്ചവർ. ഇപ്പൊ നിങ്ങൾ ഭാവിയിൽ നിങ്ങളുടെ കൂട്ടുകാരെ, ഇപ്പൊ ഷോണോ ശ്രീദേവോ ഒക്കെ നിങ്ങളുടെ ഒന്നിച്ചുള്ളവരെ കാണുമ്പോൾ ദൂരത്തു തന്നെ
സമപ്രായക്കാരെ ഒന്നിച്ചുള്ള കൂട്ടുകാരനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വർഷങ്ങൾ കഴിഞ്ഞ് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷ ആധിക്യം അല്ലെ, സന്തോഷത്തിന്റെ ഏറ്റവും ഉയർന്ന ഒരു സന്തോഷം അല്ലെ, സന്തോഷാധിക്യം ഉണ്ടായി അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? താഴത്തന്റെ വയസ്സിനെ ദൂരത്ത് കണ്ടാൽ എത്ര കഷ്ടം എത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം. എങ്ങനെയായിരുന്നു കുചേലൻ വരുന്നത്? കണ്ടാൽ എത്ര കഷ്ടം എത്രയും, കണ്ടാൽ എങ്ങനെയാ? വളരെ കഷ്ടം തോന്നും. എങ്ങനെ? മുഷിഞ്ഞ ജീർണ വസ്ത്രം അല്ലേ, മുഷിഞ്ഞ പഴകിയ കീറിപ്പറിഞ്ഞ വസ്ത്രമായിരുന്നു അല്ലേ. കൊണ്ട് തറ്റുടുത്തിട്ടു ഉത്തരിയുമിട്ട് എങ്ങനെയാ അവര് വസ്ത്രം ധരിക്കുക? ഉത്തരിയെല്ലാം ഇട്ടിട്ട് അല്ലേ. കാണുന്നുണ്ട് ആ പിക്ചറിൽ കുചേലൻ വന്ന് വരുന്നത് കാണുന്നുണ്ടോ നിങ്ങളെ? ഒരു കൊടയൊക്കെ പിടിച്ച്. പിക്ചറിൽ ശ്രീകൃഷ്ണനാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ. 7ാം മാളികയിൽ നിന്ന് ഇറങ്ങി വരുന്ന ശ്രീകൃഷ്ണനാണ് ഇവിടെ കണ്ടത്. അപ്പോ തൻ്റെ വൈശ്യനെ ദൂരത്തു നിന്ന് കാണുമ്പോൾ മുഷിഞ്ഞ ജീർണ വസ്ത്രമൊക്കെ ഇട്ട് വരുന്ന അദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷാധിക്യം കൊണ്ട് ഓടി താഴത്തേക്ക് വന്നു അല്ലേ. എന്നിട്ടോ മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും. മുണ്ടിലൊരു പൊതിയുണ്ട്. എന്താണുള്ളത്? തൻ്റെ സുഹൃത്തിനെ കാണുമ്പോൾ ഒന്നും കൊണ്ടുവരാനില്ല. ആർക്ക്? കുചേലനെ അല്ലേ. അപ്പോ കുറച്ച് തലേന്നേ ഭാര്യ കുത്തിക്കൊടുത്ത ഒരു അവിൽമണിയാണുള്ളത്. കുറച്ച് അവിലുണ്ട് അല്ലേ. നല്ലതൊന്നല്ല, എന്നാലും സുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ അല്ലേ. അദ്ദേഹത്തിന് നമ്മളിപ്പം കുറെ കാലം കഴിഞ്ഞ് നമ്മളൊരു സുഹൃബന്ധമൊക്കെ പുതുക്കാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും കൊണ്ടുപോകും അല്ലേ. കൊണ്ടുപോകാറുണ്ടോ നിങ്ങള്? കൊണ്ടുപോകണം കേട്ടോ, അതൊരു സന്തോഷാണ്. അപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു മുട്ടായി എങ്കിലും മതി അല്ലേ. അപ്പോ ഇദ്ദേഹത്തിന് ഇതേ ഉള്ളൂ, അവില് മാത്രം. അപ്പോ അദ്ദേഹം അവില് പൊതി ഇവിടെ ഉണ്ട്. എതിരെ? മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും. എന്താണ് മുഖ്യമായ പുസ്തകം? 18 പുരാണങ്ങളിലും മുഖ്യമായ ഭാഗവതമുള്ള പുസ്തകവും ഉണ്ട് കയ്യിലല്ലേ. രണ്ടും കൂടെ കക്ഷത്തിലിങ്കടുക്കിക്കൊണ്ട്, അത് രണ്ടും പൊതിയും പുസ്തകവും കക്ഷത്തിലടുക്കി പിടിച്ചിട്ട് ആണ് ഈ ഇദ്ദേഹം വരുന്നത്, കുചേലൻ. ഓക്കെ. അപ്പോ 7 2 ഉലക് പറഞ്ഞ ഭൂതലത്തിനും മുകളില് താഴെയുമായി 7 വീതം ലോകങ്ങൾ ഉണ്ടെന്നാണ് സങ്കല്പം അതിലെ പുരാണങ്ങളില്. അപ്പൊ അതില് 7 14 ലോകങ്ങൾ അല്ലേ. പിന്നെന്താ മുഖ്യമായ പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താ? 18 പുരാണങ്ങളിൽ മുഖ്യമായ ഭാഗവതം ആണ് കേട്ടോ. ഭാഗവതത്തെയാണ് അവിടെ പറഞ്ഞത്. ഇപ്പൊ ഭദ്രമായ ഭസ്മവും ധരിച്ച് നമസ്കാര കിണമുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തിങ്കൽ ഉറച്ചു ചെഞ്ചമ്മേ ചെല്ലും അല്ലേ. അദ്ദേഹം മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് കക്ഷത്തിൽ എന്തൊക്കെയുണ്ട്? പൊതിക്കെട്ട്, അദ്ദേഹം സുഹൃത്തിനെ കാണാൻ വരുമ്പോഴുള്ള എന്തോ കുറച്ച് അവലുണ്ട്, പിന്നെ ഒരു പുസ്തകവും അല്ലേ കക്ഷത്തിൽ അടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചിട്ടുണ്ട്. നമസ്കാര കിണമുദ്രയും മുഖരമായ പൊളിക്കുടയും. കിണം എന്ന് പറഞ്ഞാൽ എന്താണ്? തഴമ്പ്, അടയാളം. മുഖരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശബ്ദിക്കുന്നത്. മുഖരമാവുക, ശബ്ദമുണ്ടാക്കുക അല്ലെ. അപ്പൊ മുഖരമായത്, മുഖരം എന്ന് പറഞ്ഞാൽ ശബ്ദിക്കുന്നത് എന്നർത്ഥം. ഇപ്പോ നമസ്കാര കിണമുദ്രയും, കിണം തഴമ്പ്, അടയാളം എന്നാണ് അർത്ഥം. ഇപ്പോ മുഖരമായ ശബ്ദിക്കുന്ന പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തിങ്കലുറച്ച് ചെഞ്ചമ്മേ ചെല്ലും. ദീനമായ ദൈന്യതയോടെയുള്ള, സങ്കടത്തോടെയുള്ള മുഖവും, പിന്നെന്താ ദുഃഖത്തോടെ. എന്തുകൊണ്ടാ? ദാരിദ്ര്യമാണല്ലേ, കലശലായ വെക്കം വേഗത്തിൽ വരുന്നുണ്ടല്ലേ. അദ്ദേഹം ചിദ്രൂപത്തെങ്കിൽ ഉറച്ച് ചെഞ്ചമ്മേ ചെല്ലും. അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടന ആനസ്യദൈന്യം. അപ്പൊ ഇങ്ങനെയുള്ള ഈ കുചേലൻ വരുന്നത് കണ്ട് തൻ്റെ വയസ്സിനെ കണ്ട സന്തോഷത്തില് ചിന്തിച്ചിട്ട് ഉള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തു കണ്ടോ ശൗരി കണ്ണ് നീരണിഞ്ഞു. ഇതൊക്കെ കണ്ട
സുഹൃത്തിന് ശൗരിക്ക് സങ്കടം വന്നു. ശൗരി ശൂരസേനന്റെ വംശത്തിൽ പിറന്നവനാണ് ശൗരി, അല്ലേ? ആര്? ശൂരസേനന്റെ വംശത്തിൽ പിറന്നവൻ ആരാണ്? ശ്രീകൃഷ്ണൻ. അപ്പൊ ശ്രീകൃഷ്ണന് ഈ സുഹൃത്ത് ഇങ്ങനെ വരുന്നത് കാണുമ്പോ എന്ത്, സന്തോഷം കൊണ്ടോ അല്ല ഇനി സങ്കടം കൊണ്ടോ കണ്ണുനീരണിഞ്ഞു, അല്ലെ? ശൗരി കണ്ണുനീരണിഞ്ഞു. ചിലപ്പോ സുഹൃത്തിനെ കണ്ട സന്തോഷം കൊണ്ടായിരിക്കാം, അല്ലെ അദ്ദേഹത്തിന്റെ വേഷത്തിലൊക്കെ കണ്ട സന്താപത്തിലായിരിക്കാം. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ധീരനായ ആര്? ശ്രീകൃഷ്ണൻ ഇന്നേവരെ കരഞ്ഞിട്ടില്ല. പക്ഷേ സുഹൃത്തിന്റെ വരവ് സന്തോഷത്തിന്റെ ആധിക്യത്താലാണോ അല്ല അദ്ദേഹത്തിന്റെ ജീർണിച്ച വസ്ത്രമൊക്കെ കണ്ട സന്താപം കൊണ്ടാണോ, എങ്ങനെയോ ശൗരി ശ്രീകൃഷ്ണൻ എന്തായി? കണ്ണുനീരണിഞ്ഞു, അല്ലെ? അദ്ദേഹം ചെന്താമരക്കണ്ണൻ, ചെന്താമര ചുവന്ന താമര, അല്ലെ? കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. കരഞ്ഞിട്ടില്ല, അല്ലെ? അദ്ദേഹം ധീരനാണ്, അദ്ദേഹം കരഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കണ്ട സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെയോ കരച്ചിൽ വന്നു. സന്തോഷം കൊണ്ടാണോ ദുഃഖം കൊണ്ടാണോ എന്നറിയില്ല, അല്ലെ? അങ്ങനെയാണ് അത്ര പോരെ ലൈനിൽ പറഞ്ഞിട്ടുള്ളത്. അത്ര വരെ മതി നമുക്കിന്ന്, കുറച്ച് അധികം വരികളായി. അപ്പൊ എന്താ പറഞ്ഞത്? ആഴിമകളും ഒരുമിച്ചൊരു കട്ടിൽ മേലന്നേരം 7-ാം മാളിക മുകളിൽ ഇരുന്നരുളും 7 ലഘുവാഴിയായ തമ്പുരാനെത്രയും താഴെ തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു. കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റുടുത്തിട്ടുത്തരീയവുമിട്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിലങ്കലടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ച് നമസ്കാരകിണമുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തിങ്കൽ ഉറച്ചു ചെഞ്ചമ്മേ ചെല്ലും അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടാനസ്യ ദൈന്യം ചിന്തിച്ചിട്ടുണ്ടിൽ ഉള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു. ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. 3 ലൈൻസ് ആണ്. ധീരനായ ചെന്താമരക്കണ്ണൻ, അതായത് ശ്രീകൃഷ്ണൻ ഇതുവരെ കരഞ്ഞിട്ടുണ്ടോ എങ്കിലും ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വരവ്, തന്റെ വയസ്സന്റെ വരവ് കണ്ടിട്ട് എന്താണ്, അദ്ദേഹത്തിന്റെ ദൈന്യം കണ്ടിട്ടാണോ അല്ല സുഹൃത്തിനെ കണ്ട സന്തോഷ ആധിക്യത്താൽ ഉണ്ടായതാണോ എന്നറിയില്ല. അദ്ദേഹത്തിന് ധീരനായ ശ്രീകൃഷ്ണന് കണ്ണ് നിറഞ്ഞു എന്നാണ്, കരഞ്ഞിട്ടില്ല, ധീരനാണ് എങ്കിലും കണ്ണ് നിറഞ്ഞു എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോ അതിൽ ഇത്ര പേരെ അർത്ഥം പറയുന്നുണ്ട്. ആഴിമകൾ നമ്മളിപ്പോ പഠിച്ചതിലുള്ളത്, ആഴിമകൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി. വയസ്യൻ സമപ്രായക്കാരനായ കൂട്ടുകാരനാണ് വയസ്യൻ. ജീർണ വസ്ത്രം പഴകി ദ്രവിച്ച വസ്ത്രം. കിണം തഴമ്പ് അല്ലെങ്കിൽ അടയാളം. മുഖരം ശബ്ദിക്കുന്നത്. ദൈന്യം ദീനത, ദുഃഖം. വെക്കം വേഗം. പക്കം സമീപത്ത്, അല്ലേ? അത്രയും നമ്മളിപ്പോ അർത്ഥം പഠിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ശ്രീകൃഷ്ണനും കുചേലനും കൂടെ കണ്ടുമുട്ടുന്നതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുചേലൻ ശ്രീകൃഷ്ണന്റെ ഭവനത്തിലേക്ക് വരുന്നത് മുകളിൽ നിന്ന് തന്നെ അദ്ദേഹം തന്റെ വയസ്സിനെ കണ്ട സന്തോഷത്താൽ ഓടി താഴേക്ക് വരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെയും കുചേലന്റെ വരവുമാണ് അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്തുകൊണ്ടോ സുഹൃത്തിന്റെ വരവ് കൊണ്ടാണോ അല്ല അദ്ദേഹത്തിന്റെ ദൈന്യത കണ്ടിട്ടാണോ ധീരനായ ശ്രീകൃഷ്ണനെ കരച്ചിൽ വന്നു എന്നാണ് പറഞ്ഞത്, അല്ലെ? അത്ര വരെ നമ്മൾ പഠിച്ചത്. അപ്പോ ഒന്ന് വായിക്കണല്ലോ. ആരാ വായിക്കുന്നത്? അതുവരെ ഉള്ള വരികള് ഓക്കെ, ആരാ വായിക്കുന്നേ? ശ്രീദേവ് വായിക്കോ? ശ്രീദേവേ, ഓക്കെ, ശ്രീദേവ് വായിച്ചോ. നമുക്ക് നോക്കാലോ. ശ്രീദേവിനെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടും. ഓ, ടെക്സ്റ്റ് ഇല്ല അല്ലേ മോനെ? സോറി. ഓക്കെ, അപ്പോ ആരാണ്? വേഗം പറയാറാ ഇങ്ങോട്ട്. നിങ്ങൾ 7th സ്റ്റാൻഡേർഡിലെ കുട്ടികളല്ലേ? ഓക്കെ, ആൻമേരി എന്നാ സ്റ്റാർട്ട് ചെയ്തോ. പാഠം 16 ശ്രീകൃഷ്ണനും കുചേലനും.
ആഴിമകളും ഒരുമിച്ചൊരു കട്ടിന്മേൽ അന്നേരം ഏഴാം മാളിക മുകളിലിരുന്നൊരുളും 7 വാഴിയായ തമ്പുരാൻ എത്രയും താഴെ തന്റെ വയസ്സിനെ ദൂരത്ത് കണ്ടു. കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ട് തറ്റുടുത്തിട്ടുത്തരീയവുമിട്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ച് നമസ്കാര കിണമുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിദ്രൂപത്തിങ്കലുറച്ച ചെഞ്ചമ്മേ ചെല്ലും അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടോനസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞ് ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഷോൺ. പാഠം 16. ശ്രീകൃഷ്ണനും കുചേലനും. ആഴിമകൾ ഒരുമിച്ചു കട്ടിൽമേൽ അന്നേരം ഏഴാം മാളിക മുകളിലായിരുന്നരുളം ലോകം ലഘുവാഴിയായ തമ്പുരാനെത്രയും താഴെ തന്റെ വയസ്യനെ ദൂരത്തു കണ്ടു. കണ്ടാലത്ര കഷ്ടമത്രയും മുഷിഞ്ഞ ജീർണ വസ്ത്രം കൊണ്ട് തറ്റുടുത്തിട്ടുത്തരീയവുമിട്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കൽ അടുക്കിക്കൊണ്ട് മധ്യമായ ഭസ്മവും നമസ്കാര കിണമുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തിങ്കലുറച്ച ചെഞ്ചമ്മേ ചൊല്ലും അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ട ആനനസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ കൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ചിദ്രൂപം എന്നില്ലേ എന്താണ്? ജ്ഞാനസ്വരൂപം എന്നാണ് അർത്ഥം. ഈശ്വരൻ അർത്ഥം അല്ലെ. ചിദ്രൂപത്തിങ്കൽ ഉറച്ച് ചെഞ്ചമ്മേ ചെല്ലും അന്തടനെ കണ്ടിട്ട് കണ്ടോ ആനനസ്യ ദൈന്യെന്ന്. ഓക്കെ. നമസ്കാര കിരമുദ്ര നമുക്കിപ്പുറം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമായ പദങ്ങൾ എന്ന് പറഞ്ഞു. നിത്യേന സാഷ്ടാംഗ നമസ്കാരം ചെയ്യുമ്പോൾ നെറ്റി നിലത്ത് മുട്ടിയുണ്ടാകുന്ന തഴമ്പാണ് അല്ലെ. അതാണ് പറഞ്ഞത്. എന്ത്? നമസ്കാര കിണമുദ്ര എന്താണ്? നിത്യേന സാഷ്ടാംഗ നമസ്കാരം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന. ഞാൻ വായിക്കട്ടെ. ഓക്കെ, ഫെയ്ത്ത് വായിച്ചോ. ആഴിമകളുമൊരുമിച്ചൊരു കട്ടിന്മേൽ നേരം ഏഴാം മാളിക മുകളിലിരുന്നൊരുളം 7 വാഴിയായും ആയ തമ്പുരാനെത്രയും താഴത്തിന്റെ വയസ്യന്യ ദൂരത്തു കണ്ടു. കണ്ടാലത്ര
കണ്ടാൽ എത്ര മെത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റുടുത്തിട്ടു തരിയവുമിട്ട് മുണ്ടിൽ പൊതിയും മുഖ്യമായി പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിലടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ച് നമസ്കാര കിണമുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രശ്യാമളയുമേന്തി നമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തിങ്കലുറച്ച് ചെഞ്ചമ്മേ ചെല്ലു എന്താണ് കണ്ടിട്ട് സന്തോഷം കൊണ്ടാനസ്യദൈന്യം ചിന്തിച്ചിട്ടുണ്ടായ സന്താപം എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനോട് കരഞ്ഞിട്ടുള്ളൂ. ഓക്കെ, മതി മോനെ, അതുവരെ നമ്മൾ എടുത്തുള്ളൂ. ഇനി പള്ളി മഞ്ചത്തിന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം പഠിക്കേണ്ടതാണ്. അപ്പോ നെക്സ്റ്റ് ദിയക്ക് കേൾക്കുന്നുണ്ടോ? ദിയോയോ? ഓക്കെ, അപ്പോ ശ്രീകൃഷ്ണനെയും കുചേലയും കൂടെ സമാഗമാണ് നമ്മളിപ്പോ പഠിച്ചത് അല്ലേ? അപ്പോ ആഴിമകളും ഒരുമിച്ചൊരു കട്ടിന്മേലന്നേരം 7-ാം മാളിക മുകളിൽ ഇരുന്നരുളും 7 ലഘുവാഴിയായ തമ്പുരാനെത്രയും താഴെ തന്റെ വയസ്യനെ ദൂരത്തു കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റുടുത്തിട്ടുത്തരിയവുമിട്ട് മുണ്ടിൽ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കൽ അടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാര ഗിണമുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്ത് ചിദ്രൂപത്തിങ്കലുറച്ചു ചെഞ്ചമ്മേ ചെല്ലും അന്തണനെ കണ്ടിട്ട് സന്തോഷം കൊണ്ടാനസ്യദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അത്ര വരെ നല്ലപോലെ വായിക്കുക, ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം കേട്ടോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ ആൻസർ അത് മിസ് സെൻഡ് ചെയ്യാം കഴിഞ്ഞ പാഠത്തിന്റെ. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ലപോലെ വായിച്ചിട്ട് എക്സാം എഴുതുക. Bye. 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 Okay, bye. See you. Thank you. Okay. Have a nice. Bye.